നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധം തിന്നൽ നിർബന്ധമാണോ, അതല്ല തിന്നാനും തിന്നാതിരിക്കാനും ഒരാൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ മതവിധി? പ്രബലമായ അഭിപ്രായം നിർബന്ധ സാഹചര്യങ്ങളിൽ നിഷിദ്ധം തിന്നൽ നിർബന്ധമാണ് എന്നുള്ളതാണ്. ഒരാൾ നിഷിദ്ധം തിന്നാൻ നിർബന്ധിതനായി, പക്ഷേ അയാൾ നിഷിദ്ധം തിന്നാതെ മരണപ്പെട്ടാൽ അയാൾ കുറ്റക്കാരനാകും എന്നാണ് പ്രാമാണികരായ പ്രമുഖരായ പണ്ഡിതന്മാരുടെയൊക്കെ പക്ഷം. കാരണം എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക എന്ന്. നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടിടരുത്. വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമ. നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്, അള്ളാഹു നിങ്ങളോട് കരുണയുള്ളവനാണ്. ഇമാം ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലൈസൽ അക്ലു ഇൻദ ദറൂറത്തി റുഖ്സതൻ ബൽ ദാലിക അസീമത്തുൻ വാജിബത്തുൻ വലവിംതനഅ മിനൽ അക്ലി കാന ആസിയ. എന്താ? നിർബന്ധ സാഹചര്യത്തിൽ നിഷിദ്ധം തിന്നുക എന്നുള്ളത് റുഖ്സയല്ല, അള്ളാഹു നൽകിയ ഇളവല്ല. പിന്നെയോ ബൽ ദാലിക അസീമത്തുൻ വാജിബത്തുൻ, അള്ളാഹുവിൽ നിന്നുള്ള നിർബന്ധമായ തീരുമാനമാണ്. നിർബന്ധ സാഹചര്യത്തിൽ നിഷിദ്ധം തിന്നുക എന്നുള്ളത് അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ചതാണ്. അത് തിന്നോളണം. തിന്നാനും തിന്നാതിരിക്കാനും ഇളവ് പറയപ്പെട്ട വിഷയമല്ല അത് എന്നാണ് ഇവിടെ ഇമാം തബരി പറയുന്നത്. വലവിംതനഅ മിനൽ അക്ലി കാന ആസിയൻ, നിർബന്ധിതൻ തിന്നില്ല എങ്കിൽ അവൻ കുറ്റക്കാരനായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇമാം മസ്റൂഖ് ഇബ്നുൽ അജ്ദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ബലഗനി അന്നഹു മനി ത്വറ ഇലൽ മൈതതി ഫലം യഅകുൽ ഹത്താ മാത് ദഖലൻ നാർ. ഒരു വ്യക്തി ചത്തത് തിന്നാൻ നിർബന്ധിതനായി, പക്ഷേ അയാൾ തിന്നില്ല, അങ്ങനെ മരണപ്പെട്ടു എങ്കിൽ അയാൾ നരകത്തിൽ പ്രവേശിക്കുമെന്ന് എനിക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇമാം മസ്റൂഖ് പറയുന്നത്. മസ്റൂഖ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ശിഷ്യനാണ്. അപ്പോൾ ഇവിടെ വിഷയം നിർബന്ധിതാവസ്ഥയിൽ നിഷിദ്ധം തിന്നുന്നതിൻ്റെ വിധി പണ്ഡിതന്മാർ പറയുകയാണ് നിർബന്ധമാണ് എന്ന്. ചിലർ വിധി അനുവദനീയമാണ് അല്ലെങ്കിൽ സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പ്രാമാണികരും പ്രബലമായതുമായ വിധിയാണ് സലക്ഷ്യം ഇവിടെ ഞാൻ വിശദീകരിച്ചത്.